ആഹാ ഇതെന്താ ആ കഴിവേറി പറഞ്ഞോണ്ടിരിക്കുന്നത്. മുതുകിന്റെ സൈഡ് ഖജാൻജി വന്നേ, കുടുംബശ്രീയുടെ ഖജാൻജി. ആ ഇതെന്താ ഇതെന്താ തരങ്കിടി കുടുംബശ്രീ തുടങ്ങി ഇവിടെ വീണ്ടും. ഇതാര് അവിടുത്തെ വല്യമ്മയാണോ ഇത്? വല്യമ്മ എത്തിയോ? വല്യമ്മ കുറെ നാളില്ലായിരുന്നല്ലോ സിറ്റിയില്. വല്യമ്മ 1v1 തോറ്റെടുത്തിട്ടുണ്ടല്ലേ? 1v1 തോറ്റെടുത്തിട്ടുണ്ടല്ലേ? 1v1 തോറ്റെടുത്തിട്ടുണ്ടല്ലേ? പോയിച്ചില്ലേ? ഒരാള് 2 വർഷമായിട്ട് ഇരുന്ന് ഭയങ്കര പ്രാക്ടീസിങ്, ഭയങ്കര വെടിവെപ്പൊക്കെ ആയിരുന്നേ. എന്നിട്ട് ഞാൻ 5 ദിവസം കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഞാൻ വന്ന് തോപ്പിച്ചു. അത് കഴിവുകേട് തന്നെയല്ലേ എലി? അല്ലല്ല ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരാളെ പറ്റിയാണ്. അല്ല ആ പറയുന്ന കഴിവുകേടാണോ അല്ലയോ? അത് പറയലി. അതിപ്പം എലി വെടി വെക്കുന്ന ഒരു സംഭവം, അത് അയാൾ ഒരു 2 വർഷമായിട്ട് കളിക്കും. എന്നിട്ട് പബ്ജി ലോകം എന്ന് പറയല്ലേ? പബ്ജി ലോകം പണ്ട് നമ്മുടെ വീട്ടിൽ അണ്ണു പറഞ്ഞിട്ടുണ്ട് FRP ഒക്കെ നമുക്ക് വെറും ബാക്കി ഊഹിച്ചെടുത്തോ. പെട്ടെന്ന് തന്നെ വലിക്കണേ. വലിച്ചിട്ട് വന്നാ മതി. പിന്നെ FRP ഉണ്ടൊക്കെ മേടിക്കുന്നുണ്ടെന്നല്ലേ കണ്ണാപ്പി. 2 പേര് വലിച്ചിട്ട് വന്നാ മതി. പിന്നെ FRP ഉണ്ട് കണ്ണനങ്ങ് പേടിച്ച് പെടുക്കുന്നാണോ വിചാരം? അയ്യേ കെട്ട കോമഡി. വലിക്കും. ഇവിടെ ടിക്കറ്റ് എന്താന്ന് പറഞ്ഞില്ലേ? ഞാൻ ഓസിക്ക് അതിന് പറഞ്ഞ വിളിക്കുവാണേ. ടിക്കറ്റ് എന്താന്ന് പറഞ്ഞു? ടിക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. സിറ്റി ടിക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ സ്വമേധ മേടിക്കണം. എന്താ ഈ കുടുംബശ്രീയിലെ പെമ്പിളല്ലാതെ നമ്മൾ അടി ഒരു ചേർക്കാൻ ഈ അതെ ചീട്ടക്കോരി പെമ്പിളരാണെങ്കിൽ നിങ്ങൾ പോയി കൊരിക്കോ. വണ്ടി ഇറക്ക്. തരങ്കടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ അമ്മായിമാര് ഇവര് പുതിയ കുടുംബശ്രീ തുടങ്ങി. തരങ്കണി അവിടുത്തെ മൂത്ത അമ്മച്ചിയാണോ അലീന? ചിന്നപ്പോളെന്ന് പറഞ്ഞ ഒരു കൊച്ചല്ലേ ആ കൊച്ചിനെ അപരാധിക്കണ്ട ഇവിടെ നിന്നിട്ട് എലി അലീനെ കൂടി പറയൂടെ. ആ കൊച്ചി മറ്റേ ആ ജെട്ടി പിടിക്കുന്ന ചാടി ചാവാൻ തുടങ്ങി. മറ്റേ ചാവാൻ നോക്കി. പിന്നെ ആ കൊച്ചിന്റെ ബോയ് ഫ്രണ്ട് നോക്കുവാണ്. കേസ് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ഇവിടെ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടുത്തെ മൂത്ത ജലജേച്ചി മരിച്ചു തരങ്കണിയിലെ. അപ്പൊ അതിന് പകരമായിട്ട് പലീനെ അവിടുത്തെ ബർസാറെ തൊട്ടുപോകല്. ബർസാറിനെ നമ്മളെ സാറാണ് കേട്ടാ. ഉന്നമില്ല പബ്ജി പോലും ഉന്നമില്ല. പിന്നെ ഇനി ഇതില് പബ്ജി പോലും ഉന്നമില്ല. പിന്നെ ഇതില് നേരെ വണ്ടി ഹോസ്പിറ്റലിലോട്ട്. അയ്യോ എനിക്ക് കിട്ടി. വണ്ടി നേരെ ഹോസ്പിറ്റലിൽ. കണ്ണാപ്പീനെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ല. കണ്ണാപ്പി അവളെ തീർക്കാൻ പോണേ. ഇനി അവിടത്തെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞോണ്ടല്ലോടോ നാറി. അവരാധി ചന്ദ്ര. അത് ക്ലിപ്പായേട്ടാ. ചന്ദ്രന്റെ ഇറക്കം ക്ലിപ്പായേട്ടാ. കണ്ണ ഓടിവാ ലോറയുടെ കണ്ണാപ്പി ഓടിവാ കണ്ണം മോനെ ഓടിവാ. മറ്റവൻ മാസ് കാണിച്ച് തിരിച്ചു വന്ന് വിളിച്ചു വരുത്തേ. മറ്റവൻ മാസ് കാണിച്ച് തിരിച്ചു വിളിച്ചു. मेरा कार्ड खो गया है. ब्लॉक करने के लिए 1 दबाएं. ये अब आलू गोभी मिल्कशेक. ഇത് പാടിച്ചോണ്ടിരിക്കാതെ ബുദ്ധിയുള്ള ആരും ഇല്ല. പകരത്തിന് പകരം വഴി പോയി. അതെ ഈ ബസ് പോയാ
പൊക്കിയില്ലല്ലോ. ഹെലീന ഒന്ന് പറയാ പ്രാവശ്യം പറയാ. കണ്ണാപ്പി പ്രായമാണോ? ഹെലീന ചന്ദ്രൻ അയ്യോ. ആ അവളെ ഓങ്ങിയത് മാത്രമാണുള്ള ഓർമ്മ. ആണ്ടാ അച്ഛട. അവിടെ വീണല്ലേ അവിടെ വേറെ ശവമാണ്. അതെനിക്ക് പറയത്തില്ല. ഞാൻ ആ മേളിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് അതിന്റെ മേളിൽ നിൽക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോ ഇവിടെ കുറെ വെടിവെച്ച് കേട്ട് നോക്കുമ്പോ കണ്ടില്ല. പിന്നെ അപ്പുറത്തൊരാളും ചത്തത്. ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് അത് അവര് കണ്ടില്ല, അവര് പോയി. ഇല്ല സിറ്റുവേഷൻ അല്ല, പക്ഷെ ഇയാൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നെ പൊക്കിയ സമയത്ത് ഇതിനകത്ത് ഉണ്ടായിരുന്നു, പക്ഷെ സാറ് കണ്ടില്ല. ഞാനല്ലായിരുന്നു വന്നേ. സാറേ പുറത്ത് കിടക്കുന്ന ബോഡീസ് ആണോ അവിടെ കിടക്കുന്നേ? അവിടെ അപ്പുറത്ത് ചന്ദ്ര കണ്ടിക്കില്ലേ ചന്ദ്ര? ഇത് ഷൂട്ട് ഔട്ട് ആണോ, സിറ്റുവേഷൻ ആണോ? ഇവരോട് ചോദിച്ചിട്ട് സിറ്റുവേഷൻ അല്ലാന്നാണല്ലോ പറഞ്ഞേ. അയ്യോ എന്റെ അവിടെ ചുമ്പുടു. അയ്യോ ഇത് തുമ്പിടുമോനാണല്ലേ, കണാരാണല്ലോ. കണാര അവന്റെ അച്ഛന്റെ പേരില്ലേ, അവന്റെ മോന്റെ പേര് ബ്രിജുച്ചി എന്തായിരുന്നു? നോവിച്ചത് കണ്ണാപ്പിനെ. നമ്മളൊരു കാര്യം സംസാരിച്ചു. ഇന്നത്തെ കൊച്ചിക്കാരി ഇന്ത്യയൊക്കെ ശവം. അലീന മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെയും കഴിവുകേടാണ്, ഇവിടെയും കഴിവുകേടാണ്. അവിടെ എന്നെ തോപ്പിക്കാൻ പറ്റില്ല, ഇവിടെ എന്നെ തോപ്പിക്കാൻ പറ്റില്ല. കണ്ണാപ്പി തിരിഞ്ഞു നിൽക്കുമ്പോഴേ അലീനയ്ക്ക് അടിക്കാൻ പറ്റൂ, നേരെ നിന്ന് അടിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെടൂല. ആ ഓക്കെ. അല്ല ഞാൻ തിരിഞ്ഞിരിക്കുമ്പോഴേ അടിക്കാൻ പറ്റൂ അലീനയ്ക്ക്. അല്ല എന്റെ ഫ്രണ്ട് പെട്രോൾ പെട്രോൾ കത്തിക്കാനാണോ? അടിക്കുമല്ലേ? ഞാൻ ടിക്കറ്റ് വലിക്കും. ഇപ്പൊ ഇരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ. ടിക്കറ്റ് വലിക്കും. എലി മര്യാദയ്ക്ക് അടിച്ചാ ടിക്കറ്റ് വലിക്കാം. തരങ്ങണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ അമ്മായിമാരെല്ലാം അങ്ങോട്ട് ടിക്കറ്റ് വലി. ആ വലിച്ചോ, ടിക്കറ്റ് വലിച്ചോ. നീ എത്ര നേരം കിടക്കൂടാ? നീ എത്ര നേരം കിടക്കൂടാ? നീ കിടക്ക്, കിടക്ക്. ഒരു ചുക്കാടി പിസ്റ്റലിലെ കണ്ണന്റെ തീർക്കാന്ന് വിചാരിച്ചാലീന ഒരു അവസരം കൂടി തരാം. സോറി കണ്ണ ചന്ദ്ര എന്ന് ടീച്ചേഴ്സ് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടിനെ ഇപ്പൊ പറയുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ കളത് പുഴുക്കും. ഞങ്ങൾ അപ്പുറത്ത് ടീച്ചേഴ്സ് വീട്ടായി. സോറി കണ്ണ ചന്ദ്ര ഇട്ടില്ലെങ്കിൽ രണ്ടിനെ പുഴിപ്പിക്കും. പറയുന്ന ആളെ രക്ഷപ്പെടാൻ വിടും. ആ ഒരു വീഡിയോ എന്റെ ഉണ്ട്, ഞാൻ ലീക്ക് ആക്കും. ആക്കിക്കോ. വേണ്ടാത്ത പണിക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. എന്താണ് ഇത്? എലി മാത്രം എലി സോറി കണ്ണാ ചന്ദ്രൻ ഇട്ട് കഴിഞ്ഞാ എലീനെ വെറുതെ വിടും. അത് കഴിഞ്ഞിട്ട് അലീനെ ഇട്ട് കഴിഞ്ഞാൽ അലീനെ വെറുതെ വിടും. പറ്റൂലേ കേട്ടാ? നിങ്ങളാണ് മര്യാദക്ക് ഒറ്റയടിക്കാൻ കിട്ടിട്ട് രക്ഷപ്പെട്ടോ. ഒറ്റയടിക്കാൻ കിട്ടിട്ട് രക്ഷപ്പെടാൻ രക്ഷപ്പെടാം. 5 മിനിറ്റ് ഒരു 5 വരെ എണ്ണും. അതിന്റെ അകത്ത് പൊക്കിയില്ലെങ്കിൽ ഇവിടെ കടന്നു പുഴുക്കും രണ്ടും. ഞാൻ കൊണ്ട തീ കൊണ്ടിടുക, തീ കുണ്ടത്തിൽ അവിടെ. 1v1 എങ്ങനെ സിറ്റിയിലുണ്ടല്ലോ 1v1 ഇല്ല ചന്ദ്ര? ആ അതെ, സിറ്റി വണ്ടിയാണ് നമ്മൾ പറഞ്ഞേ. സിറ്റി വണ്ടി പറഞ്ഞേ അവിടെ ദേവക്കുട്ടി പറ. ദേവക്കുട്ടി മനസ്സിലാക്കി. അല്ലെങ്കിൽ അടുത്ത അടുത്ത ക്യാരക്ടറിന്റെ ആണ് നേരെ കൊണ്ടുപോകും, സെമിത്തേരി കൊണ്ട് മൂടും. വീരപ്പന പണ്ടത്തെ വീരപ്പന ക്യാരക്ടറൊക്കെ വീരപ്പനാണ്. വീരപ്പന എന്നാ ഇതിപ്പോ ഇവിടെ കിടക്കട്ടെ, നമുക്കവിടെ മാറി നമ്മളായിരുന്നു നോക്കാം. നമുക്ക് നമ്മുടെ ആയിരുന്നു നോക്കാം. നമ്മളടക്കമാണേ.
എടാ ഒരു മിനിറ്റ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് റീസ്പോണ്ട് ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. ഇല്ല അത് തന്നെ പോകും 10 മിനിറ്റ് EMS ഇല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ പോകും. പക്ഷേ EMS ഉണ്ടല്ലോ EMS ഉണ്ടല്ലോ. ആ EMS ഉണ്ടെങ്കിൽ റീസ്പോണാ ഉള്ളേ കത്തിച്ചിട്ടുണ്ടെ 10 കണ്ണു പറ്റി മിനിറ്റ് പോലീസിനെ ആരും ഇൻഫർമേഷൻ കൊടുത്തിട്ട് ദേവക്കുട്ടിയാന്ന് എടാ കത്തിച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് റീസ്പോൺ ആണോ? ആ കത്തിച്ചിട്ടുണ്ടെ 10 മിനിറ്റ് റീസ്പോണാ. ആ ഒരു മിനിറ്റ് റീസ്പോണാ. മര്യാദക്ക് പറയണ കേട്ട് കഴിഞ്ഞാൽ EMS സ്ലിപ്പ് വിളിച്ചോണ്ട് ഇപ്പൊ പൊക്കും. കയ്യിലുള്ള കാശൊക്കെ അങ്ങ് പോകും കേട്ടോ. ആ വെയിറ്റ് ചെയ്യാൻ ഇവരെന്തായാലും റീസ്പോൺ ആവുമ്പോലെ എലിയെ തന്നെ സെർച്ച് ചെയ്യും. എലിയുടെ കാശൊക്കെ കാണാം. ഇല്ലടാ കാശ് മിസ്റ്റർ റിച്ചി ബ്രോ സുഖമല്ലേ? എവിടാണ് കാണാനില്ലല്ലോ. കൊറേ കാശുണ്ടല്ലോ. കൊറേ പീടി ഇങ്ങോട്ട് പറഞ്ഞടാ ദേവക്കുട്ടി വല്ലം പറഞ്ഞ കീച്ചേ. ആ ഫുഡ് കഴിക്കാത്ത हेलो ഫുഡ് കഴിക്കാത്ത സാർ എന്ത് പറ്റി? ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഷൂട്ട് ഔട്ട് കോൾ ഇട്ട് വന്നതാണ്. ഓക്കെ ഇവിടെ ഷൗട്ട് ഔട്ട് ഒന്നുമല്ല സാറേ തരാനിട്ട്. ഓക്കെ സർ. വെഹിക്കിൾസ് എല്ലാം റിമൂവ് ചെയ്യണം ബീച്ച് ഏരിയന്ന്. ബീച്ച് ഏരിയന്ന് ഈ വെഹിക്കിൾസ് ബീച്ച് ഏരിയയിൽ അലൗഡഡ് അല്ല കേട്ടോ. ഡോക്ടർ സാറേ ഇവരാരോ കത്തിക്കുന്നുണ്ടായിരുന്നു ഞങ്ങള്. സാറേ അപ്പൊ ഇവർക്ക് ഇത് രക്ഷപ്പെടുത്താൻ പറ്റുമൊന്നും തോന്നില്ല. നോക്കിക്കോട്ടെ സാർ നോക്ക് കത്തിച്ചെന്നാ തോന്നണം എനിക്ക്. കത്തുന്ന കണ്ടായിരുന്നു ഞങ്ങള്. സാറേ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലാണ് വെഹിക്കിള്? അല്ല സാറേ അല്ല ഇമ്പോർട്ട് ചെയ്തോ രണ്ടും ചെയ്തു സാറേ നമ്മൾ ഇവിടെ കിടക്കുന്ന സാറെ നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ട് ദേവക്കുട്ടി ഇല്ല 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 സാർ അവര് പൊക്കോ സാർ. ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ദേവക്കുട്ടി അവര് പറഞ്ഞു കത്തുന്നുണ്ടായിരുന്നു സാർ. സാർ ഞാൻ ഒരു ഫോട്ടോ അല്ല സാറേ രക്ഷപ്പെടുത്തി സാറേ നമ്മൾ എത്തിച്ച. സാറേ ചിലപ്പോഴേ അവിടെ അയ്യോ സാർ അവിടെ ഒരു ഷൂട്ട് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് സാർ. ഒന്ന് നോക്കണം. അപ്പൊ പിള്ളേർ രച്ച സീന ഓടി നീ പറയുന്നത് നിന്റെ താളത്തിനൊത്ത് ഞാൻ തുള്ളി നിൽക്കാടി. എന്നെ അതിനല്ലേ ഞാൻ നിക്കുന്നത്. പോടി ഇങ്ങനെയാണോടാ നീ പെമ്പിള്ളടുത്ത് സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കാം? ചന്ദ്രനെ പോലെ മനസ്സിലായോ? ഉണ്ടച്ചു വണ്ടിന്ന്. അതെ നിങ്ങൾ ഓക്കെ അല്ലേ? വെന്നിയണ്ണൻ ഇന്നലെ ഗോൾ അടിക്കും. വെന്നിയണ്ണൻ ചോമ്പൊക്കെ കത്തിച്ചു കണ്ടിട്ട് എത്ര നാളായില്ലേ ഗൈസ്?